നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ കരുതി ഇന്നത്തോടെ എല്ലാം തീർന്നെന്ന്. ആന്റി, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഇതൊക്കെ ഒരസുഖം ഇല്ലാത്തവർക്കും വരാം. ഞാനാകെ പേടിച്ചു പോയി മോളെ. പെട്ടെന്ന് കണ്ടപ്പോ ഞാനും ഒന്ന് വല്ലാണ്ടായി പോയി അങ്ങളെ. ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല. ആന്റി നന്നായിട്ടൊന്ന് ഉറങ്ങിക്കോ കേട്ടോ. നന്നായിട്ട് ഉറങ്ങി കഴിയുമ്പോ എല്ലാം മാറും. സൂര്യ വാ വാ. കണ്ടില്ലേ സൂര്യ എത്ര ദേഷ്യത്തോടെയാ ആന്റിയോട് അടുത്ത് ചോദിക്കാൻ പോയത്. എന്നിട്ട് ചോദിക്കാൻ പറ്റുമോ? എവിടെയാ ഈശ്വരനുണ്ടെന്നാ നമുക്ക് 100% ബോധ്യമാവുന്നത്. ഇപ്പോ സൂര്യ ആന്റിയോട് ഈ വിവരം ചോദിച്ചിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്ന് ഈശ്വരന് തന്നെ അറിയാം. ഒരുപക്ഷെ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം തന്നെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. ചിലപ്പോ ആന്റിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്ന് വരാം. സൂര്യ അങ്ങനെ വല്ലതും സംഭവിച്ച പിന്നെ എനിക്ക് ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? ഇതൊക്കെ നമുക്ക് സഹിക്കാം സൂര്യ. ആന്റി എന്നോട് കാണിച്ചതിനൊക്കെയുള്ള ശിക്ഷ ആന്റി തന്നെ സ്വയം ചോദിച്ചു വാങ്ങി. അതിലും വലിയൊരു ശിക്ഷ ഇനി നിന്റെ ഭാഗത്തൊന്നും വേണ്ട സൂര്യ. സ്വന്തം മകന്റെ മനസ്സല്ല ആന്റി കാണാൻ ആഗ്രഹിച്ചത്, ജീവിതമാ. അതിനുവേണ്ടി ആന്റി കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളായി കണ്ട് പുറത്തൂടെ സൂര്യ ഇതെല്ലാം ഞാൻ ക്ഷമിച്ചില്ലേ, സഹിച്ചില്ലേ? പിന്നെ എന്തുകൊണ്ട് സൂര്യക്ക് പറ്റുന്നില്ല? പോട്ടെ സൂര്യ, ഇവിടെ നമുക്കെല്ലാം മറക്കാം. ഭാവന, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തനിക്ക് മാത്രമേ പറ്റൂ, എനിക്കൊരിക്കലും പറ്റില്ല. പറ്റും സൂര്യ, ശ്രമിച്ചാ സൂര്യക്കും പറ്റും. നോക്ക്, ഇനിയും ആന്റി പലതും കാണിക്കും. അതൊക്കെ അസുഖത്തിന്റെ ലക്ഷണങ്ങളായി മാത്രം കണ്ടാൽ മതി. ഈ ഭൂമിയിൽ നമുക്കൊന്നും അറിയില്ല എന്നുള്ള വിശ്വാസത്തിൽ ആന്റിയും ജീവിക്കട്ടെ. ആന്റിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ തന്നെയായിരുന്നു നമ്മുടെ വിവാഹം. അതിലും വലുതൊന്നും താങ്ങാനുള്ള ആരോഗ്യം ആന്റിക്കില്ലെന്ന് ഈശ്വരനറിയാം. അതുകൊണ്ടാ അവസാന നിമിഷം ഞാൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റത്. അല്ല, ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചത്. വാ, ഇവിടെ ഇരിക്കും. എന്താ ഇപ്പൊ ആന്റിയോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? സൂര്യ, മരണം വരെ ആന്റിയുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ വേണം സൂര്യ ഒപ്പം നിൽക്കാൻ. ഒരു നിഴല് പോലെ ഞാൻ നിനക്കൊപ്പം കാണും. ആന്റിയുടെ ഒരു ആഗ്രഹം കൂടി ബാക്കിയുണ്ട്, നമ്മുടെ കുഞ്ഞിനെ താലോലിക്കണമെന്നുള്ള ആഗ്രഹം. അതും ഈശ്വരൻ നമുക്ക് നേടിത്തരും. ഭാവന, താനാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ചിരിക്ക് സൂര്യ.
മച്ചമ്പി വിളിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് നന്നായി. അവനെ മിന്നിച്ചേക്കണേ. എന്തൊരാനന്ദം. അടുപ്പത്തിലായി പോയാ കട്ടിക്കായി പോയി. ഒരിഷ്ടം ഇത് കഷ്ടം ആത്മാവെ പോവോ. ഇഷ്ടം ഒരു കഷ്ടം ആത്മാവെ പോവോ. ഇഷ്ടം ഇത് കഷ്ടം ആത്മാവെ പോ. ഈശ്വര, ഇങ്ങനൊരു ദുർവിധി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. നമുക്കിത് പുറത്താരോടെങ്കിലും പറയാൻ പറ്റുമോ ജാനകി? അതാ പെട്ട നമ്മുടെ മോള് പോലും ഒരുപാട് മാറിപ്പോയി. ആ മോനിയെ വേണ്ടെന്നും പറഞ്ഞ് നടന്നവളാ ഇപ്പൊ ഈച്ചയും ചക്കരയെ പോലെ നടക്കുന്നത്. അതാണ് ജാനകി ദാമ്പത്യം. അവരെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. മോന് നല്ല പയ്യനാ. അതെ അതെ, നല്ല പയ്യൻ. അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ കൊണ്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്. ഇനിയിപ്പോ സഹിക്കുന്ന നല്ലത്. എത്രയും വേഗം നമുക്ക് മറ്റൊരു വഴി കാണാം. ദൈവപ്പേട്ട, ഇനി ഇവിടുന്ന് ഞാൻ വരുന്നെങ്കിൽ അത് നമ്മുടെ വീട്ടിലേക്കായിരിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. അതുവരെ ഞാനിവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ഇത് നഷ്ടം ഇത് കഷ്ടം ആത്മാവെ പോ. ഇത് കഷ്ടം ഇത് നഷ്ടം 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 ആത്മാവ്. ആത്മാവ് പോ. തുടങ്ങി. എന്റെ ഈശ്വര, ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ. ഇത് നഷ്ടം ഇത് നഷ്ടം ആത്മാവെ പോ. ആത്മാവെ പോ. ആത്മാവെ പോയാ ആത്മാവെ പോ. മൈക്കിൾ ജാക്സൺ ആത്മാവ് വീണ്ടും ദേഹത്ത് കയറുന്നത് തോന്നുന്നു. ഗിത്താറാണ് ഇവിടെ കൊണ്ടിട്ടത്. ഗിത്താറോ? ആത്മാവ് പോ. ആത്മാവ് പോ. ഇത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണെന്നാ തോന്നുന്നത്. കഷ്ടം ഇത് നഷ്ടം ആത്മാവ് പോ.
ആത്മാവ് പോയേ